പ്രിയമുള്ളവരെ, സിക്സ് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി ഒന്ന് പരിഗണിക്കുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2020 ലീഗാണല്ലോ നമ്മുടെ IPL എന്ന മാമാങ്കം കൊടികയറുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാർച്ച് 22-ന് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലാണ് ആദ്യ മത്സരം. ടീമുകളൊക്കെ ഇത്തവണ മെഗാ ഓപ്ഷൻ ആയിരുന്നു. മെഗാ ഓപ്ഷനുകളിൽ താരങ്ങൾ പലരെയും നിലനിർത്തി പല താരങ്ങളെയും മനസ്സില്ലാ മനസ്സോടെ വിട്ടുകൊടുക്കുകയും ചെയ്തു. പുതിയ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവസ്ഥ എന്താകുമോ എന്തോ. പക്ഷേ എല്ലാ ടീമുകളും ക്യാപ്റ്റന്മാരെ കൺഫേം ചെയ്തിട്ടുണ്ടായില്ല. ഏകദേശം 8 ടീമുകൾ മാത്രമേ ക്യാപ്റ്റന്മാരെ കൺഫേമായി പ്രഖ്യാപിച്ചുള്ളൂ. ഇപ്പോൾ 10 ടീമുകൾ ക്യാപ്റ്റന്മാരെ കൺഫർമേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ക്യാപ്റ്റന്മാർ ആരൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കിയാലോ. പക്ഷേ ലിസ്റ്റിൽ ഒറ്റ ഒരു വിദേശിയേ ഉള്ളൂ. വേറെ ആരുമല്ല, നമ്മുടെ പാറ്റ് കമ്മിൻസ് തന്നെയാണ്. പലരുടെയും കമൻറ്റ് കേട്ടാൽ നമ്മൾക്ക് ചിരി വരുമല്ല, ഒരു കൗതുകം ഉണർത്തുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നഞ്ചന്തിന് നാനാഴി എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഒരേ ഒരു പാറ്റ് കമ്മിൻസ് മതിയല്ലോ ഇത്രയും ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ അടിച്ചിടാൻ എന്നുവരെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റന്മാരൊന്നും മോശമൊന്നുമല്ല. പാറ്റ് കമ്മിൻസിനേക്കാളും വളരെ മികവാർന്ന ക്യാപ്റ്റന്മാർ തന്നെയാണ് ഇന്ത്യൻ ടീമിന് ഉള്ളത്. നോക്കാം, വരും ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും പ്രകടന മികവ് നമുക്ക് നേരിട്ട് കാണാമല്ലോ. ഏതായാലും ഓരോ ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. പലർക്കും അറിയാൻ പറ്റും. അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക. അറിയാത്തവർ കണ്ടിരിക്കുക, സഹകരിക്കുക. കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായി അക്ഷർ പട്ടേലിനെ നിയമിച്ചതോടെയാണ് 10 ടീമുകളുടെയും ക്യാപ്റ്റന്മാരുടെ കാര്യം അന്തിമമായി തീരുമാനമായത്. ഈ സീസണിൽ പാറ്റ് കമ്മിൻസ് മാത്രമാണ് വിദേശ ക്യാപ്റ്റനായി ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. മറ്റ്9 ക്യാപ്റ്റന്മാരും ഇന്ത്യക്കാരാണ്. ചരിത്രത്തിലെ തങ്ങളുടെ 2ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനാണ് കമ്മിൻസ്. അതേസമയം ലീഗിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ടീമായി ഇതുവരെ കിരീടഭാഗ്യമില്ലാതെ പോയ റോയൽ ചലഞ്ചേഴ്സിനെ നയിക്കുക രജത് പാട്ടീദാർ ആയിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അജിങ്ക്യ രഹാനെ ആയിരിക്കും നയിക്കുന്നത്. വെങ്കടേഷ് അയ്യർ വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിക്കും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജയൻസിനെ നയിക്കും. 2024 IPL കിരീട വിജയത്തിലേക്ക് KKRനെ നയിച്ച ശ്രേയസ് അയ്യർ ഇനി പഞ്ചാബിന് വേണ്ടിയാണ് കളത്തിലിറങ്ങുന്നത്. ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ട് ഫ്രാഞ്ചൈസിയെ നയിക്കുന്നത് ശ്രേയസ് അയ്യരായിരിക്കും. രാജസ്ഥാൻ റോയൽസിനെ മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ നയിക്കും. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യയും തുടരും. ഏതായാലും ഇത്തവണ ആര് കപ്പടിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ചെന്നൈ സൂപ്പർ കിങ്സോ, മുംബൈ ഇന്ത്യൻസോ, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആദ്യമായി കപ്പടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതോ നമ്മുടെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസോ? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു റോയൽ ചലഞ്ചേഴ്സ് ആരാധകനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇഷ്ടമാണ് എനിക്ക് റോയൽ ചലഞ്ചേഴ്സിനെ. പക്ഷേ വിരാട് കോഹ്ലിയുടെ കരിയറിലേക്ക് ഒരു കിരീടം കൂടി അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. സച്ചിൻ അവസാന വേൾഡ് കപ്പ് 2011 വേൾഡ് കപ്പ് സച്ചിന് കിട്ടണമെന്ന് നാം ആഗ്രഹിച്ചിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഒന്ന് ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു.